ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പപ്പ നാട്ടിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ കുറച്ചധികം പിസ്താഷ്യല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വെറുതെ അങ്ങ് വലിച്ചെറിയണ്ടല്ലോ, എന്തെങ്കിലും ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ. അപ്പം നമ്മുടെ കയ്യിലുള്ള പശ വെച്ചിട്ട് ഇതൊട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നേ. ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്ത് ഇത് ഒട്ടിക്കാനായിട്ട് ഭയങ്കര മെനക്കെടുത്തായിരുന്നു. കാരണം വേറൊന്നുമല്ല കേട്ടോ, കയ്യിലുള്ള ഗമ്മ് കുറച്ചധികം പഴക്കമുള്ളതായിരുന്നേ. എന്നാലും ഞാൻ ഒരുവിധം കഷ്ടിച്ച് അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ലെയറിലോട്ട് കടന്നപ്പോഴും ആദ്യം ഒട്ടിച്ച പിസ്ത റോഡൊക്കെ ഏകദേശമൊക്കെ ഇളകി പോന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഒരുവിധമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റത്തെ ലെയറൊക്കെ ഇളകി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാനൊന്ന് കൈവച്ചൊക്കെ നേരെയാക്കി ഷേപ്പ് ചെയ്താണ് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അത് ഏകദേശം ഒന്ന് ഒട്ടി കുറച്ച് നേരം വെക്കണം കേട്ടോ, അപ്പോഴേ നല്ല രീതിക്ക് ഒട്ടി വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇളവി അങ്ങ് പോകും. അതിനുശേഷമാണ് ഞാൻ ഇതുപോലെ റെഡ് കളറ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അക്രിലിക് പെയിൻ്റാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാനൊരു ലീഫിൻ്റെ ഷേപ്പിലും കുറച്ച് പിസ്താത്തോട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ തന്നെ ക്രിയേഷൻസ് ആണ്, അതുകൊണ്ട് ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഗ്രീൻ കളർ വെച്ചിട്ട് അതും കൂടി ഒന്ന് നമ്മൾ കളർ ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ നമ്മളൊന്ന് കളർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അടിയിൽ ഞാനൊരു പേപ്പർ വെച്ചിട്ടാണ് അത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് തന്നെ അത് ഇളവി പോരുന്നുണ്ടായിരുന്നേ. ഇതേ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഹാർട്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ലൈൻ ഇട്ടിട്ട് ഇതുപോലെ വെട്ടിയെടുക്കണം. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് ലൈൻ ഇട്ടിരിക്കുന്നത്, കണ്ടില്ലേ? ഇതുപോലെ വെട്ടിയെടുത്ത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ കിട്ടും. ഇനി നമുക്കത് ബാക്കിൽ ഞാനൊരു കാർഡ്ബോർഡ് കൊണ്ട് തന്നെ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂവും ഇലയും ഒക്കെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഇതേപോലെയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതേപോലെ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പം നമുക്കിത് നല്ലൊരു വാൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ.